VMC പ്രസൻസ് ഗ്ലോറിയ 2024 ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സന്ദേശം നൽകുന്നത് വാത്മീയയും എഴുത്തുകാരനും വരയൻ എന്ന സിനിമയുടെ തിരക്കഥാകൃത്തും ധ്യാനഗുരുവുമായ ഫാദർ ഡാനി കപ്യൂച്ചനാണ്. ഡാനിയച്ചനെ നമുക്ക് എത്രയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ക്രിസ്മസ് മംഗളങ്ങൾ നേരുന്നു. കൃത്യമായ ഒരു സ്നേഹത്തിൻ്റെ ഒരു പാഠമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. പണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മന്ന താഴെ വീണു, പിന്നെ ദൈവം താഴെ വീണ് മന്നയായി. അതാണ് ക്രിസ്മസ്. സ്നേഹം ദൈവം മനുഷ്യൻ്റെ കൂടെ നിൽക്കുന്നതാണ്. ആകാശങ്ങളിലിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള കേൾവിയാണ് അതുവരെ. അങ്ങ് മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട, എരിയുന്ന ചെടിയിൽ പ്രത്യക്ഷപ്പെട്ട, ഒന്ന് കണ്ടു മറഞ്ഞു പോകുന്ന, കേട്ട് മാഞ്ഞു പോകുന്ന ദൈവത്തെക്കുറിച്ച്. അങ്ങനെ മുകളിൽ ഉള്ളൊരു ദൈവസങ്കല്പം യാഥാർത്ഥ്യമാകുന്നത് മനുഷ്യൻ്റെ കൂടെയാണ്. സ്നേഹം നമ്മുടെ കൂടെ നിൽക്കുന്നു. നമ്മുടെ കൂടെ ദൈവം നിൽക്കുമ്പോഴാണ് അത് സ്നേഹം എന്ന് പറയുന്നു. ദൈവം ഈ ഭൂമിയിൽ എവിടെ ജനിച്ചാലും, ഏത് രാജകൊട്ടാരത്തിനും മീതെയുള്ള കൊട്ടാരങ്ങളിൽ ജനിച്ചാലും അത് വലിയ സ്നേഹം തന്നെയാണ്. കാരണം മനുഷ്യനോടൊപ്പം. എന്നാൽ അതിശയിപ്പിക്കുന്ന ഒരു സ്നേഹം, അല്ലെങ്കിൽ ഈ സ്നേഹത്തെ അടിവരയിട്ട് പറയുന്നത് പോലെ കാലിത്തൊഴുത്തിൽ ദൈവം ജനിക്കുന്നു. സ്നേഹമെന്ന് പറയുന്നതാണ്. ഭൂമിയിൽ ഒരു മനുഷ്യനെയും ചെറുതാക്കാതിരിക്കാനായി ഏറ്റവും ചെറുതാകുന്നൊരു സ്നേഹം. അവിടെ കാലിത്തൊഴുത്തിൽ രക്ഷകൻ പിറന്നു എന്ന വാർത്ത കേട്ട് ആ മഞ്ഞു വീണ രാത്രിയിൽ ആട്ടിടയന്മാർ ഓടിയെത്തിയ കാര്യം നമ്മൾ കേൾക്കുന്നു. അവർക്കുണ്ട് രാജാവിനെക്കുറിച്ചുള്ള വലിയ സങ്കല്പങ്ങൾ, മിശിഹായെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, ദൈവത്തിൻ്റെ പുത്രനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ. അത് എത്രയെത്ര വലുതായിരിക്കാം എന്നുള്ളതാണ് ആ സങ്കല്പം. പക്ഷേ ഓടിയെത്തിയപ്പോൾ അവർ കണ്ടതൊരു കൊച്ചു കുഞ്ഞിനെ. ഇതാ മിശിഹ, ദൈവത്തിൻ്റെ പുത്രൻ. അവരുടെ കൈകളിലേക്ക് ഈ ഉണ്ണി മിശിഹായെ എടുത്തു കൊടുക്കുകയാണ്. വീട്ടിൽ അവർ ഉറക്കിക്കിടത്തിയിട്ട് വന്ന അവരുടെ കുഞ്ഞിനെ പോലെ ദൈവം കുഞ്ഞായി അവരുടെ കയ്യിൽ. താരതമ്യേന ആ കാലഘട്ടത്തിൽ ഏറ്റവും ചെറുതായ മനുഷ്യരാണ് ഈ ആട്ടിടയന്മാർ. ഈ ആട്ടിടയന്മാർ ചെറുതാകാതെ ശിരസുയർത്തി നിന്നത് ദൈവം അവരെക്കാൾ ചെറുതാണെന്ന് അറിഞ്ഞപ്പോഴാണ്. പിന്നെ ആ ബെത്ലഹേമിലെ കാലിത്തൊഴുത്ത് മുതൽ ചെറുതായി പിറന്ന ദൈവം ചെറുതായി തന്നെ നിൽക്കുന്നതാണ്. കാൽവരിയിലേക്കും പിന്നെ അങ്ങ് ആകാശങ്ങളിലേക്കുമൊക്കെ ഈ ദൈവം വളർന്നു കയറുമ്പോൾ, ഉയർന്നു പോകുമ്പോൾ ആ പാദങ്ങൾ കാലിത്തൊഴുത്തിൽ നിന്നും എടുത്തു മാറ്റിയിട്ടില്ല. പറവകൾക്ക് ആകാശമുണ്ട്, കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, പക്ഷെ മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ദൈവം എന്തിനാണ് ഇങ്ങനെ പിറന്നത്? എന്തിനാണ് ഇങ്ങനെ വളർന്നത്? ലോകത്തിൽ എല്ലാവരും ഒരുപോലെയാണ്. സ്നേഹം എല്ലാവരോടും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നതാണ്. ശിഷ്യർക്കൊപ്പം വിരുന്നിനിരിക്കുന്നതാണ്. ഒരാളെ നെഞ്ചോട് ചാരിക്കിടത്തുന്നതാണ്. ക്രിസ്തുവിനെ ഒന്ന് ഒറ്റിക്കൊടുക്കണമെങ്കിൽ തന്നെ അങ്ങ് ദൂരെ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം തിരിച്ചറിയാനും മാത്രം ആ ദൈവത്തിന് മനുഷ്യരുടെ ഇടയിൽ നിന്നും പ്രത്യേകതകളൊന്നുമില്ല. അടുത്തെത്തി മാറ്റി നിർത്തി കെട്ടിപ്പിടിച്ച് ചുംബിക്കണമായിരുന്നു. അത്രമേൽ ദൈവം മനുഷ്യരിൽ അലിഞ്ഞുപോയി. ഈ ക്രിസ്മസ് നമ്മളെയും വിളിക്കുന്നത്, നമ്മളാരും ആരെയുംകാൾ വ്യത്യസ്തരല്ല. ഈ ലോകത്ത് പാപിയോ വിശുദ്ധനോ ഇല്ല. ഈ ലോകത്ത് നന്മയോ തിന്മയോ ഇല്ല. ഒന്നും വേർതിരിക്കേണ്ട ഒരു കടമ നമുക്കില്ല. എല്ലാവരോടും സ്നേഹം മാത്രം. എല്ലാം ഒന്നാണ്, എല്ലാം ഒരുപോലെയാണ്. സ്നേഹിക്കാം. ജാതിയും മതത്തിനും ദേശങ്ങൾക്കും ഭാഷകൾക്കും അപ്പുറം നമ്മളെല്ലാവരും ഒന്നായി നിൽക്കാം. ആരെയും ചെറുതാക്കാതിരിക്കാൻ എല്ലാവരോടും ചെറുതായി നിൽക്കാം. കാരണം ദൈവം നമ്മളെക്കാൾ ചെറുതാണ്. അങ്ങനെ മാത്രമേ ഈ ഭൂമിയിൽ സ്നേഹം വിരിയുന്നുള്ളൂ. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ക്രിസ്മസ് മംഗളങ്ങൾ. വളരെ മനോഹരമായ ഒരു സന്ദേശം നൽകിയ നമ്മുടെ പ്രിയങ്കരനായ ഡാനിയച്ചന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഷിനോയ് പുളിക്കൻ.
നന്ദി.